ഇസ്രായേൽ കയറി അടിച്ചിരിക്കുകയാണ് ഇറാനെ ഭസ്മമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നീക്കങ്ങൾ. നമുക്കറിയാം, ഇസ്രായേലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയിട്ട് തിരിച്ചു വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ ഇന്ന് അമേരിക്കയുടെ കൂടി പിന്തുണയോടുകൂടി, ഇസ്രായേൽ ഏകപക്ഷീയമായി എടുത്ത തീരുമാനമല്ല, അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് ഇറാന്റെ ആയുധ ശേഖരങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഒക്കെ തകർത്തിരിക്കുന്നത്. ഇനി തിരിച്ചടി ഉണ്ടാകുമോ, അതോ ഇതോടുകൂടി ഇറാൻ അടങ്ങുമോ? ഇല്ല, അതിനുള്ള സാധ്യത ഇല്ലല്ലോ. ഇറാൻ അടങ്ങിക്കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇന്നലെയും 2 ദിവസം മുമ്പ് ചർച്ച നടന്നു. ചർച്ചയ്ക്കകത്ത് തീരുമാനമുണ്ടായില്ല. ഈ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അമേരിക്ക വെക്കുന്ന തീരുമാനങ്ങൾ അതുപോലെ അങ്ങ് അംഗീകരിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇറാൻ വരുന്നില്ല. പക്ഷെ ഇറാൻ അങ്ങനെ വരാൻ പറ്റുന്ന ഒരവസ്ഥയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പിന്നെ ഇറാൻ എന്ന് പറഞ്ഞൊരു രാജ്യവും ഒരു പരമാധികാര രാജ്യമൊന്നും വേണ്ടല്ലോ. കാരണം സമ്പുഷ്ടീകരണം യുറേനിയം തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ പാകപ്പെടുത്താൻ പാടില്ല. ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ പോലും ഈ പറയുന്നത് പോലെ ആണവ നിലയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതൊരിക്കലും നടക്കുന്ന ഒരവസ്ഥയല്ല. ആ ആണവായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇറാൻ പുറകോട്ട് മാറുകയാണെങ്കിൽ അതിനകത്ത് പറയാം. അപ്പം അത് പോട്ടെ, അവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ഏത് സമയം യുദ്ധം ഉണ്ടാവാവുന്ന രീതിയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നിൽക്കുകയും, അങ്ങനെ യുദ്ധം ഉണ്ടായാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ണറായിട്ട് ഇസ്രായേൽ വരികയും, ഇസ്രായേലിനെ ഏറ്റവും ആദ്യം തന്നെ ഈ പറയുന്ന ഇറാൻ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സമയത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രായേൽ മണ്ണിൽ ഇറങ്ങുന്നത്. ഇതിനകത്ത് പല മാനങ്ങളുണ്ട്. ലോകത്ത് ഇറാൻ അമേരിക്ക യുദ്ധത്തെ, അല്ലെങ്കിൽ പല ലോക രാജ്യങ്ങളും ആ യുദ്ധത്തെ എതിർക്കുകയും, അല്ലെങ്കിൽ ഈ പറയുന്ന പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ നിലപാടിനോട് പല രാജ്യങ്ങളും അംഗീകരിക്കാതിരിക്കുകയും, യൂറോപ്യൻ രാജ്യങ്ങളും ഒരുപക്ഷെ അമേരിക്കയുടെ അല്ലെങ്കിൽ ഭാഗമായിട്ട് നിൽക്കുന്ന നാറ്റോ രാജ്യങ്ങളും ഒക്കെ, ഈ GCC രാജ്യങ്ങളും ഒക്കെ ഈ ഇസ്രായേലിനോട് താല്പര്യമില്ലാത്ത സമയത്താണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം അമേരിക്കയോടും റഷ്യയോടും ചൈനയോടും ഒക്കെ മത്സരിക്കുകയും, ഒരുപക്ഷെ ഇപ്പൊ ലോകത്തിന് അതിനൊക്കെ അപ്പുറമാണ് ഇന്ത്യ എല്ലാ രീതിയിലും, അല്ലെങ്കിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ആയുധത്തിന്റെ കാര്യത്തിലും പ്രതിരോധത്തിന്റെ കാര്യത്തിലും ലോകത്തെ ഏറ്റവും വികസന കാര്യത്തിലും ഏറ്റവും വേഗത്തിൽ മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ GDP ഗ്രോത്ത് ഏറ്റവും ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഈ സാമ്പത്തിക വളർച്ചയുടെ അതിവേഗം മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളിൽ ഒന്നാമതായി നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യം ഈ എല്ലാവരും അറച്ചു നിൽക്കുമ്പോൾ മറിച്ച് നിൽക്കും. ഈ സമയത്ത്, അല്ലെങ്കിൽ ഈ പ്രതിസന്ധി സമയത്ത് അവിടെ പോയി ഇറങ്ങി അദ്ദേഹത്തെ സ്വീകരിക്കുകയും വലിയ വലിപ്പത്തിലുള്ള കരാറുകൾ ഒപ്പിട്ട് തിരിച്ചു കയറുമ്പോൾ യുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനെ കയറി ആക്രമിക്കുന്നു. ഇതിനകത്ത് ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇറാനെ കയറി ആക്രമിക്കുന്നു, അതിനകത്ത് സൈനിക കേന്ദ്രങ്ങളും അല്ലെങ്കിൽ മിസൈൽ സ്വരൂപിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളും ഒക്കെ, ആയുധപ്പുരകളും ഒക്കെ തകർത്ത് തരിപ്പണമാക്കി. അതായത് അവരുടെ ടെഹ്റാൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നഗരത്തിൽ വിചാരിക്കാത്ത രീതിയിലേക്കുള്ള വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. ഇതിനകത്ത് ഇസ്രായേലാണ് ആക്രമിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയും കൂടിയാലോചിച്ചാണ്. അത് ഇപ്പൊ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ഏതർത്ഥത്തിൽ അമേരിക്കയെ അറിയാതെ ആക്രമിക്കുന്ന ഒരു രീതിയില്ല. ഞാൻ നേരത്തെയൊക്കെ ചർച്ചയ്ക്കകത്ത് പറയുമായിരുന്നല്ലോ, ഇത് അവസാനം അവരൊരു കരുതലിന് വേണ്ടിയാണ്, അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി, സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയാണ്. സുരക്ഷിതമാക്കിയതിന് ശേഷം ഇയാളിങ്ങനെ ഇപ്പൊ അടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വിരട്ടി നിൽക്കുകയും ചെയ്യും. ഇസ്രായേൽ കയറി അടിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഇസ്രായേൽ കയറി അടിച്ചല്ലോ. ഇസ്രായേൽ കയറി അടിച്ചെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഇറാനിലെ ഇപ്പോഴത്തെ ഈ നിലപാട്, അല്ലെങ്കിൽ ഇറാന്റെ കയ്യിൽ ഈ സമ്പുഷ്ട യുറേനിയം ഉണ്ടോ, ആണവായുധമുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ വലിയ വലിപ്പത്തിൽ മാരകമായിട്ടുള്ള മിസൈലുകൾ ഉണ്ടോ, ഈ മിസൈലുകളൊക്കെ ആദ്യം പരിശോധിക്കാൻ അല്ലെങ്കിൽ ഇടാൻ താല്പര്യപ്പെടുന്നത് ഇസ്രായേലിന്റെ മണ്ടയ്ക്ക് തന്നെ ആയിരിക്കും. അവർക്ക് ഏറ്റവും വലിയ ത്രട്ടാണ് ഈ ഖമേനിയും ഈ ഭരണകൂടവും. ആ ഭരണകൂടത്തെ മാറി ഒരു ജനകീയ ഭരണകൂടവും, അല്ലെങ്കിൽ ഇസ്രായേലിനോട് താല്പര്യമുള്ള, ശത്രുതയില്ലാത്ത, പണ്ടത്തെ ഈ ഖമേനി വരുന്നതിന് മുമ്പത്തെ ഉള്ള രീതിയിലുള്ള ഭരണ സംവിധാനം വന്നില്ലെങ്കിൽ, ഇത്രയും അടുപ്പത്തിലിരിക്കുന്ന ഇറാൻ പ്രോക്സികളുടെ രാജാവായിട്ടുള്ള ഇറാൻ, അവർ ആദ്യത്തെ ശത്രുവായിട്ട് കാണുന്നത് ഇസ്രായേലിനെയും രണ്ടാമത്തെ ശത്രുവായിട്ട് കാണുന്നത് അമേരിക്കയും ആയിരിക്കുന്ന കാലത്ത്, ഈ പറയുന്ന അപകടകാരികളായിട്ടുള്ള പ്രോക്സികളെ വളർത്തുന്ന ഈ ഇറാന്റെ കയ്യിൽ ഈ പറയുന്ന ആണവായുധം എത്തിയാൽ, ആണവായുധം എടുത്തിടുന്നതിന് ഒരു വിവരവുമില്ലാത്ത, അല്ലെങ്കിൽ ഇവിടല്ല ലോകം, ഇതിനപ്പുറം
വേറൊരു ലോകമുണ്ട്, ഇറാനെ അല്ലെങ്കിൽ ഈ ജൂതന്മാരെ നശിപ്പിച്ച ആ ലോകത്ത് പെട്ടെന്നെത്താൻ സാധിക്കുമെന്നുള്ള മാനസികാവസ്ഥയുള്ള പ്രോക്സികളുടെ കയ്യിൽ ഈ ആണവായുധം എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പം ഇന്നലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക എല്ലാ രീതിയിലുമുള്ള യുദ്ധക്കോപ്പുകൾ അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് അമേരിക്കയുടെ എല്ലാ യുദ്ധ സന്നാഹങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന പടക്കപ്പൽ, അതിനെക്കാട്ടി വലിയ മറ്റൊരു പടക്കപ്പൽ, അതെല്ലാം കൃത്യമായ സ്ഥലത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഇന്നലെ നടന്നതെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ യുദ്ധം ആസന്നമാകും എന്നുള്ളതാണ്. കാരണം യുദ്ധം നീണ്ടു പോകും ആക്രമിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ GCC രാജ്യങ്ങളിലെ ഒരു പക്ഷേ ഇതുവരെ ഇപ്പോഴും പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ വ്യോമത്താവളങ്ങൾ ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നുള്ള GCC രാജ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ജർമ്മനി, ഫ്രാൻസ്, എനിക്കൊന്ന് മിക്കവാറും ഉള്ളിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ഇന്നലെ ഇവർ ഒരു നീക്കം നടത്തിയെന്ന് പറഞ്ഞാൽ ഈ 30 കൊല്ലമായിട്ട് ഈ ആയുധങ്ങൾ, അതല്ലെങ്കിൽ അമേരിക്കൻ ആയുധങ്ങൾ ഒരിക്കലും ഇസ്രായേൽ ഹോൾഡ് ചെയ്തിരുന്നിട്ടില്ല. അതായത് ഇന്നലെ ഈ അമേരിക്കൻ ആയുധങ്ങൾ, അതിനകത്ത് പ്രീമിയർ സ്റ്റെൽത്ത് അല്ലെങ്കിൽ സ്റ്റെൽത്ത് ഫൈറ്റർ ഒക്കെ ഇന്നലെ പ്രീമിയർ സ്റ്റെൽത്ത് ഫൈറ്റർ F-22 ഉൾപ്പെടെയുള്ളത് ഇവിടെ അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ട്രാങ്കർ ഫ്ലൈറ്റുകൾ ഈ GCC രാജ്യങ്ങളുടെ വ്യോമത്താവളത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളിൽ നിന്നും ഈ ഇസ്രായേലിലേക്ക് നീക്കിയിട്ടുണ്ട്. അതായത് 30 കൊല്ലമായിട്ട് അമേരിക്കയുടെ വിമാനങ്ങളോ അവരുടെ കസ്റ്റഡിയിലുള്ള വിമാനങ്ങൾ അവിടെ GCC രാജ്യങ്ങളും മറ്റ് വ്യോമത്താവളങ്ങളും ഒക്കെ ഹോൾഡ് ചെയ്തിരിക്കുന്ന സമയത്ത് പോലും ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യമായിട്ടുള്ള ഇസ്രായേൽ ഹോൾഡ് ചെയ്യാതിരുന്നിട്ട് ഇന്നലെയും അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ ആയിട്ട് ഇതെല്ലാം ഈ അമേരിക്കയുടെ യുദ്ധക്കോപ്പുകൾ, ഫൈറ്റർ ജെറ്റുകൾ, ഏറ്റവും മാരകശേഷിയുള്ള ട്രാങ്കർ ഫൈറ്ററുകൾ ഒക്കെ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങിയാൽ പരസ്പര യുദ്ധമാകും, അല്ലെങ്കിൽ യുദ്ധം വലിയ വലിപ്പത്തിലാകും. ആ സമയത്ത് ഈ വ്യോമത്താവളങ്ങൾ ഒരു പക്ഷേ GCC രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ വ്യോമത്താവളങ്ങൾ ഒക്കെ ഉപയോഗിക്കാൻ അതാത് രാജ്യങ്ങളുടെ അനുമതി ഇല്ലാതെ വന്നാൽ തന്നെയും ആ യുദ്ധം ഇസ്രായേലിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഇസ്രായേൽ മണ്ണിൽ നിന്ന് നേരിട്ട് നടത്തുന്നതിനും അവരുടെ പടക്കപ്പൽ ഉപയോഗിച്ച് നടത്തുന്നതിനും വേണ്ടിയുള്ള ഒരു തീരുമാനവും ഒരു നീക്കവും ഒക്കെയാണ് അതിനകത്ത് നടന്നിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റിനുമായിട്ട് ഇസ്രായേൽ ഇന്ന് തന്നെയാകും സംസാരിച്ചതിന് ശേഷം ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് ഒരുക്കത്തിന് മാത്രമായിരുന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ ചെല്ലുന്നതിന് ശേഷം മാത്രം യുദ്ധം മതിയാവും, അല്ലെങ്കിൽ വേണം, യുദ്ധം ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ യുദ്ധം ചെയ്താൽ മതി എന്ന് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രധാനമന്ത്രി അവിടെ നിന്ന് സുരക്ഷിതമായിട്ട് ഇവിടെ വരികയും വന്നതിന് ശേഷം യുദ്ധം തുടങ്ങുകയും അല്ലെങ്കിൽ ഇസ്രായേൽ എന്തു തീരുമാനിച്ചിരിക്കുന്നോ അത് നടപ്പാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു കാര്യങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നത്. ഏതായാലും ഇസ്രായേലിനറിയാം ഈ അടി ഒരു യുദ്ധത്തിലേക്കുള്ള പോക്കാണ്. അപ്പം എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി അവർ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. അപ്പം നാശനഷ്ടങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ അതിനകത്ത് ഇടപെടലുണ്ടാവും, വലിയ വലിപ്പത്തിൽ മിസൈലുകൾ ഇസ്രായേലിലേക്ക് വരും, യുദ്ധം കനക്കും. അപ്പം അതിനകത്തെല്ലാം തയ്യാറെടുപ്പുകളോട് കൂടി തന്നെയായിരിക്കും ഇസ്രായേൽ ഈ പറയുന്നത് പോലെ ടെഹ്റാൻ കത്തിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വ്യോമത്താവളങ്ങളും സേനാ താവളങ്ങളും ഒക്കെ ബോംബിട്ട് നശിപ്പിച്ചിരിക്കുന്നത്. അതായത് യുദ്ധം തുടങ്ങിയിരിക്കുന്നു. അതിന് ഏതൊക്കെ രീതിയിലും എത്ര വലിപ്പത്തിൽ ആകുമെന്ന് നമ്മൾക്കറിയാൻ സാധിക്കത്തില്ല. ഇസ്രായേലിൻ്റെ വ്യോമപാത ഉൾപ്പെടെയുള്ളത് അടച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ഏതായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെന്നു, കണ്ടു, യുദ്ധം തുടങ്ങി എന്ന രീതിയിലേക്കുള്ള ഒരു വ്യാഖ്യാനം, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തിനവിടെ പോയി, അതിനുശേഷമാണല്ലോ യുദ്ധം ആരംഭിച്ചത് എന്നൊക്കെയുള്ള രീതിയിലേക്ക് ഒരു വർത്തമാനം ദേശീയ മാധ്യമങ്ങളിലും ജിയോ പൊളിറ്റിക്സിലും ഒക്കെ ഉണ്ടാകും. ഏതായാലും പ്രധാനമന്ത്രി അവിടെ ചെന്നതിന് ശേഷം മതി യുദ്ധം എന്ന് ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.